അങ്ങനെ നമ്മുടെ പൊട്ടിപ്പോയ ചട്ടികൾക്ക് പകരം 2-3 പുതിയ ചട്ടി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ അതൊന്ന് മയക്കി എടുക്കാമെന്ന് വിചാരിച്ചു. ഇത് ഈ മയക്കുന്ന രീതി കടയിലെ ആ ഒരു പുള്ളിക്കാരൻ എനിക്ക് പറഞ്ഞു തന്നതാണ്. ഈ ചട്ടി വിൽക്കുന്ന കടയിലെ ആള് ചേട്ടനാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ. രാവിലെ ആദ്യം ഗോതമ്പ് പൊടി വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തേച്ച് കഴുകാൻ പറഞ്ഞു. അപ്പം ചേട്ടൻ അങ്ങനെ ചെയ്യുവാണ്. നന്നായിട്ട് അത് തേച്ച് കഴുകി അത് കഴിഞ്ഞിട്ട് അടുപ്പിൽ കൊണ്ടുവച്ച് വെള്ളം നിറച്ച് തേയിലയിട്ട് തിളപ്പിക്കണം. എന്നിട്ട് ആ തേയില വെള്ളം തണുക്കുമ്പം കളഞ്ഞിട്ടാണ് എണ്ണ തേക്കുന്നത്. അപ്പം അങ്ങനെ 3 ചട്ടി 3 അടുപ്പിലായിട്ട് വെള്ളം നിറച്ച് വെച്ചു. ഇതിപ്പോൾ അവരെന്നോട് അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ രീതി ചെയ്യുന്നത് കേട്ടോ. പണ്ടൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് കഞ്ഞിവെള്ളം നിറച്ച് വെച്ചിട്ട് ഞാൻ എണ്ണ തേക്കുമായിരുന്നു. പക്ഷെങ്കിൽ ഇത് ഈ പുള്ളി പറഞ്ഞ രീതിക്കാണ് ഇപ്പം ചെയ്യുന്നത്. അങ്ങനെ 3 പാത്രത്തിലും തേയിലയൊക്കെ ഇട്ടു. അത് തിളയ്ക്കാനായിട്ട് കുറേ സമയം എടുത്തു. ഈ സമയം കൊണ്ട് ഞാൻ കുറച്ച് പണികളൊക്കെ ചെയ്തു. ഇത് നമുക്ക് അവിയൽ വെക്കാനുള്ള പച്ചക്കറിയാണ്. പിന്നെ ഇന്ന് മീനും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ചെറിയ ചെങ്കലവയാണ്. അത് ഞാൻ വെട്ടി വൃത്തിയാക്കി ഇത് തിളയ്ക്കുന്ന സമയം കൊണ്ട്. അപ്പോഴേക്കും അത് തിളച്ചിട്ടുണ്ടായിരുന്നു മീൻ വെട്ടി കഴിഞ്ഞപ്പോഴേക്കും. അപ്പം പിന്നെ ചേട്ടനെടുത്ത് അത് വെളിയിൽ കൊണ്ടുവച്ചു. പിന്നെ ഞാൻ മീൻ കുറച്ച് കറി വെക്കാനെടുത്തു, കുറച്ച് വറക്കാനെടുത്തു. അപ്പോഴേക്കും നല്ല ക്ഷീണമായി. അപ്പോൾ ചേട്ടൻ എനിക്കൊരു കരിക്കിട്ടുകൊണ്ട് തന്നു. നമ്മുടെ മുറ്റത്ത് തന്നെ ചെറിയ തെങ്ങുണ്ട്, അതിൽ കരിക്കുണ്ട്. ഇങ്ങനെ കരിക്കും വെള്ളമൊക്കെ കുടിച്ചിട്ട് അവിയലിൻ്റെ കാര്യങ്ങളെല്ലാം പിന്നെ ചെയ്തു. അവിയലൊക്കെ അടപ്പയിലാക്കി മീനെല്ലാം വറുത്ത് കോരി മാറ്റി വെച്ചു. അവിയലിൻ്റെ അരപ്പൊക്കെ ഇട്ട് അതും റെഡിയായി. അപ്പോഴത്തേക്ക് 2:30 കഴിഞ്ഞു. പിന്നെ ഞാൻ കുറച്ച് എല്ലാം എടുത്തിട്ട് ചോറുണ്ട് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടും കൂടെ വീണ്ടും ആ തേയിലവെള്ളം കളഞ്ഞിട്ട് ചട്ടിക്കകത്ത് എണ്ണ തേച്ച് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് അടുത്ത ദിവസം നമുക്ക് എടുക്കാം. അങ്ങനെ എല്ലാ ചട്ടിക്കകത്തും എണ്ണ ഒഴിച്ചിട്ട് നന്നായി തൂത്തെടുത്ത് മാറ്റി വെച്ചു. അപ്പോഴേക്കും ചായയുടെ സമയമായി. ചേട്ടൻ പോയി കുറേ പലഹാരങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്നു. പക്ഷെ ഞാൻ സാധാരണ ഇതൊന്നും കഴിക്കുന്നതല്ല. പിന്നെ ഒരു ഉള്ളിവട എടുത്തിന്ന് കഴിച്ചു, ചായയും കുടിച്ചു. കുറേ പലഹാരം ഉണ്ടായിരുന്നു കേട്ടോ, കഴിക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാം ഒന്നും ഞാൻ കഴിച്ചില്ല. അപ്പം എത്രയേ ഉള്ളൂ.